നമസ്കാരം. ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായ നഗരമെന്ന് വിശേഷിക്കപ്പെടുന്ന മുംബൈ കോർപ്പറേഷനിൽ 227 സീറ്റുകളിലായാണ് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം അല്ലെങ്കിൽ തീ പാറുന്ന ഒരു പോരാട്ടം ഇന്ന് നടന്നത്. അതിൽ താക്കറെ കോട്ടയെ ഒന്നടക്കം തകർന്ന് തരിപ്പണമാക്കിയിരിക്കുകയാണ് ബി. ഇപ്പോൾ ബി ഒരർത്ഥത്തിൽ വലിയ ഒരു ലോട്ടറി തന്നെ അടിച്ചു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബി ഷിൻഡെ കൂട്ടുകെട്ടിന് വലിയ ഒരു ലോട്ടറി, അതൊരു ബമ്പർ ലോട്ടറി തന്നെ അടിച്ചു. ഉദ്ധവ് താക്കറെയെ അടിച്ച് മണ്ണിലേക്ക് താഴ്ത്താൻ ബി ഷിൻഡെ കൂട്ടുകെട്ടിന് സാധിച്ചു എന്നതിൽ യാതൊരു സംശയവുമില്ല. അതായത് മുംബൈ നഗരസഭ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വരുമ്പോൾ ബി നേതൃത്വത്തിലുള്ള മഹായുതി സഖ്യം അധികാരത്തിലേക്ക് എത്തുകയാണ്. ബഹ്റൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ പതിറ്റാണ്ടുകളായുള്ള ഉദ്ധവ് താക്കറെയുടെ ആധിപത്യം ഇത്തവണ തകരുമെന്ന സൂചനകളാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നത്. ബഹ്റൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ബി ശിവസേന സഖ്യം കേവലം ഭൂരിപക്ഷമാണ് കടന്നിരിക്കുന്നത്. ആകെ 227 സീറ്റുകളിൽ 115ലും മുന്നേറിക്കൊണ്ടാണ് ബി ശിവസേന സഖ്യം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ഈ നഗരസഭയുടെ ഭരണം ഉറപ്പിച്ചത്. ജനുവരി 15 പോളിംഗ് നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ വെള്ളിയാഴ്ച രാവിലെ, അതായത് ഇന്ന് രാവിലെ 10 മണിക്കാണ് വോട്ടെണ്ണൽ ആരംഭിച്ചത്. മഹാരാഷ്ട്രയിലെ 28 തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലും ഇതിനോടൊപ്പം പുരോഗമിക്കുകയാണ്. ശിവസേന, ഉദ്ധവ് താക്കറെ വിഭാഗം, താജ് താക്കറെയുടെയും മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന, അതോടൊപ്പം ശരത് പവാറിന്റെ NCP എന്നിവരടങ്ങുന്ന പ്രതിപക്ഷ സഖ്യം 68 വാർഡുകളിൽ മാത്രമാണ് മുന്നിട്ട് നിൽക്കുന്നത്. കോൺഗ്രസ് 10 സീറ്റുകളിൽ നേരിയ ലീഡ് നേടി 3-ാം സ്ഥാനത്ത് തന്നെയാണ്. എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ മഹാസഖ്യത്തിന് വ്യക്തമായ വിജയം പ്രവചിച്ചിരുന്നു. മുൻ BMC കൗൺസിലിലെ പ്രതിപക്ഷ നേതാവായിരുന്ന ബി സ്ഥാനാർത്ഥി രവി രാജയ്ക്ക് വാർഡ് 185-ൽ പരാജയം നേരിട്ടു. ശിവസേന സ്ഥാനാർത്ഥിയോടാണ് അദ്ദേഹം തോറ്റത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് വിട്ട് ബി ചേർന്ന നേതാവായിരുന്നു രവി രാജ്. NCP നേതാവ് നവാബ് മാലിക്കിന്റെ സഹോദരൻ കപ്താൻ മാലിക് കുർല വെസ്റ്റ് സീറ്റിൽ നിന്ന് പരാജയപ്പെട്ടു. ജൽഗാവിലെ വാർഡ് 11-ൽ കോഹ്ലെ കുടുംബത്തിന് വൻ വിജയം നേടാനായി. മുൻ മേയർ ലളിത് കോഹ്ലെ അദ്ദേഹം ജയിലിൽ നിന്നാണ് മത്സരിച്ചത്. സിന്ധുതായ് കോഹ്ലെ, പീയൂഷ് ലളിത് കോഹ്ലെ എന്നിവരാണ് ഇവിടെ വിജയിച്ചത്. ദക്ഷിണ മുംബൈയിലെ വാർഡ് നമ്പർ 214-ലും 215 എന്നിവിടങ്ങളിലും ബി സ്ഥാനാർത്ഥികൾ വിജയിച്ചു. വാർഡ് നമ്പർ 216, 217 എന്നിവിടങ്ങളിലെ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. മഹാരാഷ്ട്ര തദ്ദേശ സ്ഥാപനങ്ങളിലെ ബിയുടെ മുന്നേറ്റം പ്രകടനമാണെന്ന് ബി MP അനുരാഗ് ഠാക്കൂർ വ്യക്തമായി അഭിപ്രായപ്പെട്ടു. വൈകുന്നേരം 4 മണിയോടെ വ്യക്തമായ ഒരു ഫലം ലഭിക്കുകയുള്ളൂ. ഫലം വരുമ്പോൾ കോൺഗ്രസ് കരയുകയും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. MVA, അതായത് താക്കറെ പ്ലസ് MNS, ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയും കൈകോർത്തിട്ടും 70 സീറ്റുകൾ മാത്രമാണ് മുന്നേറ്റം ഉണ്ടാകാൻ സാധിച്ചത്. കോൺഗ്രസ് മുംബൈയിൽ തീർത്തും നിഷ്പ്രഭമായി മാറിയിരിക്കുകയാണ്. 74,400 കോടി രൂപയുടെ വാർഷിക ബഡ്ജറ്റുള്ള BMC പിടിച്ചെടുക്കുക എന്നത് ബിജെപിയുടെയും ദേവേന്ദ്ര ഫട്നാവിസിന്റെയും അഭിമാന പ്രശ്നമായിരുന്നു. ഉദ്ധവ് താക്കറെയുടെ ശിവസേനയെ പിളർത്തിയ ശേഷം നടന്ന ആദ്യ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഷിൻഡെ ബി സഖ്യത്തിന് അനുകൂലമായി വിധി എഴുതി എന്നതാണ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. പവാർ കുടുംബത്തിന്റെ തട്ടകമായ പൂനെയിലും ബി കുതിക്കുകയാണ്. ശരത് പവാറും അജിത് പവാറും കൈകോർത്ത് മത്സരിച്ചിട്ടും ബിയെ തടയാൻ കഴിഞ്ഞില്ല എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പൂനെയിൽ 52 സീറ്റുകളിൽ ബി ലീഡ് ചെയ്യുമ്പോൾ NCP സഖ്യത്തിന് വെറും 7 സീറ്റുകളിൽ മാത്രമാണ് മുൻതൂക്കമുണ്ടായത്. നാഗ്പൂർ, നാസിക് തുടങ്ങിയ പ്രധാന നഗരങ്ങളിലും ബി വ്യക്തമായ ലീഡ് നിലനിർത്തുന്നുണ്ട്. അതേസമയം വോട്ടെടുപ്പിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നുവെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. വോട്ടർമാരുടെ വിരലിൽ പുരട്ടുന്ന മഷി മാറ്റാനാവുമെന്നും വ്യാജ വോട്ടുകൾ രേഖപ്പെടുത്തിയെന്നുമാണ് ഉദ്ധവ് താക്കറെയും അതോടൊപ്പം തന്നെ രാജ് താക്കറെയും ആരോപിക്കുന്നത്. സ്വാഭാവികമാണ്, തോറ്റു കഴിയുമ്പോൾ പ്രതിപക്ഷം പറയുന്ന സ്ഥിരം പല്ലവിയാണ് അല്ലെങ്കിൽ സ്ഥിരം ഡയലോഗാണ്, വോട്ടിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട്, വോട്ടിൽ നേരമാണ് വോട്ട് എണ്ണിയിട്ടില്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബിജെപിക്ക് അനുകൂലമായ വിധി എഴുതി എന്നൊക്കെ ഈ സ്വാഭാവികമായി തോൽക്കുമ്പോൾ പ്രതിപക്ഷത്തിന് എന്തെങ്കിലുമൊക്കെ മാധ്യമങ്ങളോട് അല്ലെങ്കിൽ ജനങ്ങളോടൊക്കെ പറയണം. അതാണ് അവരൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇപ്പോൾ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്.